നിർത്തിപ്പോടാ, നിർത്തിപ്പോടാ. ആ ചപ്പുച്ചവ ശബ്ദം ഒന്ന് നിർത്തുമോ? വെറും ദേഷ്യമല്ല, ഇതൊരു അവസ്ഥയാണ്. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോഴോ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ തൊട്ടിലിരിക്കുന്ന ആള് ചപ്പ് ചപ്പ് എന്ന് ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ നിർത്താതെ തേനയുടെ ടിക്ക് ടിക്ക് ശബ്ദം കേൾപ്പിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വരാറുണ്ടോ? ആ വ്യക്തിയോട് എടുത്തുചാടാൻ തോന്നാറുണ്ടോ? എങ്കിൽ സമാധാനിക്കൂ, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾക്കുള്ളത് മിസോഫോണിയ ആണ്. എന്താണ് ഈ മിസോഫോണിയ? ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്ന ഈ വാക്കിന്റെ അർത്ഥം ശബ്ദങ്ങളോടുള്ള വെറുപ്പ്, ഹേറ്റ്രഡ് ഓഫ് സൗണ്ട് എന്നാണ്. പക്ഷേ എല്ലാ ശബ്ദത്തോടും വെറുപ്പില്ല. പ്രത്യേക ചില ശബ്ദങ്ങൾ, ട്രിഗേഴ്സ് കേൾക്കുമ്പോൾ മാത്രം തലച്ചോർ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന രീതിയിൽ പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. ശാസ്ത്രം എന്ത് പറയുന്നു? സാധാരണക്കാർക്ക് ഇത്തരം ശബ്ദങ്ങൾ വെറും ശല്യം മാത്രമാണെങ്കിൽ മിസോഫോണിയ ഉള്ളവർക്ക് അത് വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ആൻറ്റീരിയർ ഇൻസുലാർ കോർട്ടെക്സ്. AIC. മിസോഫോണിയ ഉള്ളവരിൽ പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഈ ഭാഗം അമിതമായി പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഒന്നുകിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുക്ക് എന്ന പ്രതികരണമുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നതും വിയർക്കുന്നതും കടുത്ത ദേഷ്യം വരുന്നതും. പ്രധാന വില്ലന്മാർ ട്രിഗർ സൗണ്ട്സ്. ഇവരെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ ഇവയാണ്. ഭക്ഷണം ചവയ്ക്കുന്ന ശബ്ദം ഏറ്റവും പ്രധാനം. ചായയോ കാപ്പിയോ വലിച്ചു കുടിക്കുന്ന ശബ്ദം. സ്ലർപ്പിംഗ്, ഉറക്കെ ശ്വാസമെടുക്കുന്നത്. പേന ക്ലിക്ക് ചെയ്യുന്നത്. കീബോർഡിലെ ടൈപ്പിംഗ് ശബ്ദം. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ശബ്ദം കേട്ട് അസ്വസ്ഥരാകുന്നത് കണ്ടാൽ അവരെ ജാഡ് എന്ന് വിളിക്കല്ലേ. അവരുടെ തലച്ചോർ ആ ശബ്ദത്തോട് അമിതമായി പ്രതികരിക്കുന്നത് കൊണ്ടാണ്. അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിക്കുന്ന ശബ്ദം ഏതാണ്? കോമെന്റിൽ പറഞ്ഞോളൂ. നിങ്ങളെ ഒറ്റയ്ക്കല്ലേ. അറിവ് പകരാൻ അത്ഭുതങ്ങൾ തേടി. കൂടുതൽ അറിവുകൾക്കായി ഈ പേജ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ.